Hi everyone, welcome back to myclass.com. നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് ജാവയിലുള്ള എല്ലാ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും ഒരൊറ്റ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചൊരു ലെങ്തി കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 40 minutes ഉണ്ട്. പക്ഷെ എല്ലാതും ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോഗ്രാം ഒന്ന് നെറ്റ് ബീൻസിൽ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം, ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കറക്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ പ്രൊജക്റ്റ്. ഓക്കെ, ജാവ ആപ്ലിക്കേഷൻ 7 ആണ്. ഓക്കെ, ഞാൻ പേര് മാറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി. അപ്പോൾ അതിൽ മെയിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, കണ്ടിന്യൂവിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം, ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൂപ്പിലാണ് ഈ ഒരു കണ്ടിന്യൂ അല്ലെങ്കിൽ ഐട്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ കണ്ടിന്യൂ വരാണ്. ഇൻറ്റ് i equal to 0, i less than 10, i plus plus, just normal for loop. അപ്പോൾ ഇനി അത് നമ്മൾ ചെയ്യാൻ പോവാണ്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പ്രിന്റ് ചെയ്യുന്നത് ആയി പ്രിന്റ് ചെയ്യുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് അതിൽ നമ്മൾ ജസ്റ്റ് ആയി പ്രിന്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഒരു സ്പേസ് കൊടുക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് ഐ മോഡുലസ് റിമൈൻഡർ 2 ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ 0 ആവുകയാണെങ്കിൽ പ്ലീസ് കണ്ടിന്യൂ ടു ദ ഐട്രേഷൻ, ആ ലൂപ്പിലേക്ക് പോകൂ എന്ന് പറയാണ്. ഇനി അല്ലെങ്കിൽ മാത്രം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവും. അപ്പം ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് വേണമെങ്കിലും കൊടുക്കാം, എത്ര സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിലും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ഔട്ട് ഡോട്ട് പ്രിന്റ് ന്യൂ ലൈനിലോട്ട് പോകാനുള്ളതെന്ന് ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്ക് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എല്ലാം തന്നെ കൊടുക്കാം. ഇപ്പോൾ കണ്ടിന്യൂ ഇല്ലാന്ന്, ഇപ്പോൾ നോ കണ്ടിന്യൂ എന്നോ എന്തെങ്കിലും ഒരു നോ കണ്ടിന്യൂ വർക്കിംഗ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് കൊടുത്തു. ഇപ്പോൾ കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂവിന് ശേഷം ഇത് ഓക്കെ ആണെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവില്ല. ഓക്കെ അല്ലെങ്കിൽ മാത്രമേ ഈ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ 0, 1, 2, 3 ആണ് നമ്മുടെ വാല്യൂസ്. അപ്പോൾ 0 മോഡ് ടു 0 ആണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകും. അടുത്ത നോക്കും. അപ്പോൾ 1 മോഡ് ടു ഈക്വൽ ടു 0 അല്ല. അപ്പോൾ അടുത്ത ലൈനിലോട്ട്, അപ്പോഴാണ് നമ്മൾ അടുത്ത ലൈനിലോട്ട് പോകാനും ഒരു ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് പ്രിന്റ് ചെയ്യാൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു എന്നേ ഉള്ളൂ. നമുക്കൊന്ന് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. യെസ്, സി അപ്പോൾ 0 ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോയേ ഇല്ല, പുതിയ ലൈനിലോട്ടും പോയില്ല, ഒന്നും പ്രിന്റ് ആയില്ല. നേരെ ഐ മോഡ് ടു 0 ആയത് കാരണം അടുത്ത ഐട്രേഷനിലോട്ടാണ് പോയത്. ഐ ഈക്വൽ ടു 1 പോയി. 1 മോഡ് ടു ഈക്വൽ ടു 0 അല്ല. അത് കാരണം ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വർക്ക് ആയത്. അപ്പോൾ അടുത്ത ലൈനിലോട്ട് പോയി. പിന്നെ നോ കണ്ടിന്യൂ വർക്കിംഗ് എന്നുള്ള ജസ്റ്റ് ഒരു ഔട്ട്പുട്ട് കൊടുത്തുവല്ലോ, അതും പ്രിന്റ് ചെയ്തു. എന്നിട്ടാണ് 2ലേക്ക് പോയത്. അപ്പോൾ ഇനി 2ൽ എത്തുമ്പോൾ 2 മോഡ് ടു ഈക്വൽ ടു 0 ആണ്. അപ്പം പിന്നെ ഇതൊന്നും വർക്ക് ചെയ്യില്ല. നേരെ അടുത്ത ഐട്രേഷനിലോട്ട് പോകും. 3 മോഡ് ടു നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോഴാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വീണ്ടും വർക്കാക്കുക. കണ്ടോ, ഈ ഒരു ഇതിൻ്റെ ഇടയിൽ മാത്രമാണ് 0, 1 കഴിഞ്ഞിട്ട് ആണ് അടുത്ത 2ന്റെ ആ 1 കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വർക്ക് ആവും. പിന്നെ 2 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ടാണ് വർക്ക് ആവുന്നത്. 2 മോഡ് ടു 0 ആയത് കാരണം വർക്ക് ആയില്ല. പിന്നെ അതുപോലെ 4 മോഡ് ടു 0 ആയത് കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവില്ല. ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിച്ച് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെറുതെ ഉള്ളത് ഒഴിവാക്കി. ഇപ്പോൾ നോക്കൂ, 0, 1 പിന്നെ അടുത്ത ലൈനിലോട്ട് പോകും. 2, 3 അടുത്ത ലൈനിലോട്ട് പോകും. 4, 5, 6, 7, 8, 9. കാരണം എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഐ മോഡ് ടു നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ അടുത്ത ലൈനിലോട്ട് പോകുള്ളൂ. അപ്പോൾ എന്തായാലും ഓഡ് നമ്പർ വരുമ്പോൾ മാത്രമേ അടുത്ത ലൈനിലോട്ട് പോകുള്ളൂ. ഈവൻ നമ്പർ വരുമ്പോൾ അടുത്ത ലൈനിലോട്ട് പോകില്ല. ജസ്റ്റ് ഒരു സ്പേസ് മാത്രമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുമ്പം ബാക്കിയുള്ളത് ഒന്നും വർക്ക് ചെയ്യേണ്ട, അങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ ഇതൊക്കെ കണ്ടിന്യൂൻ്റെ താഴെ എഴുതാം. പക്ഷേ ഇത് ഫാൾസ് ആകുമ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യാൻ പാടുള്ളൂ. ട്രൂ ആകുമ്പോൾ വർക്ക് ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ അവിടെ കൊടുത്തിട്ട് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്താൽ മതി. അപ്പോൾ അടുത്ത ഇറ്ററേഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി പോയിക്കോളും. ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ വലിയ വലിയ പ്രോഗ്രാംസ് ഒക്കെ കഴിയുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ആവശ്യം വരും. കാരണം നമുക്ക് ലൂപ്പ് വേണ്ടി വരും. പക്ഷേ ആ ലൂപ്പിൽ ചെറിയ 1-2 പോയിന്റിൽ മാത്രം നമുക്ക് ആ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ് ചെയ്യരുത് എന്ന കണ്ടീഷൻ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു കണ്ടിന്യൂ ഒരൊറ്റ 2 ലൈൻ കൊണ്ട് നമ്മുടെ ആ ഒരു കൺസെപ്റ്റ് മൊത്തം അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാം നെറ്റിനൊക്കെ ഇങ്ങനത്തെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ പല സ്ഥലത്ത് കണ്ടിന്യൂവും ബ്രേക്കും ഒക്കെ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് എന്താണ് ആ രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂഡ് വർക്കിംഗ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ താഴെ എത്ര സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മുകളിൽ എങ്ങനെയാണ് ഫോർ ലൂപ്പ് വർക്ക് ചെയ്യുന്നത്, നമുക്ക് ഓൾറെഡി ഫോർ ലൂപ്പ് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാം. അപ്പോൾ നമുക്ക് അതൊന്ന് ജസ്റ്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അതിൻ്റെ ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റും. ഓക്കെ. അപ്പോൾ കണ്ടിന്യൂ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉള്ള പ്രോഗ്രാം നോക്കാം നെക്സ്റ്റ് വീഡിയോയിൽ. ടിൽ ദെൻ ബൈ. താങ്ക് യു.